ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിനെ പോലെ തന്നെ ഫേസ്ബുക്കിനകത്തും വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് വന്നിട്ട് വളരെ അടുത്തായിട്ടുള്ളൂ. ഒരുപാട് പേജുകൾ ഇപ്പോൾ ഇതിനകത്ത് ഡെവലപ്പായിട്ട് വരികയാണ്. ഒരുപാട് പേജുകൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാനേജ് ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു പേജിന് തന്നെ ഇപ്പോൾ ഈ ഒരു മോണിറ്റൈസ് കിട്ടി. അപ്പോൾ നിങ്ങളെ പേജ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ എന്താണ് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ യോഗ്യത എന്താണെന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പേജിനകത്ത് ഞാൻ എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് കൊടുക്കാം. എന്നിട്ട് അതിന് നിങ്ങളെ പേജ് ഇതിനകത്ത് യോഗ്യതയാണോ ഒന്ന് നോക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റായിട്ട് നിങ്ങളൊരു പേജിന് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് 10,000 ഫോളോവേഴ്സ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല, 30,000 വാച്ചിങ് അവർ ഇതിനകത്ത് നിങ്ങൾക്ക് വേണം. പിന്നെ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളത് അതവർ പാലിച്ചിട്ടുണ്ടോ, നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ആണോ അതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 3 ഓപ്ഷൻസ് കാണും. അത് ഫസ്റ്റത്തെ ഓപ്ഷൻ, അതായത് ഫസ്റ്റത്തെ 10,000 ഫോളോവേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. രണ്ടാമത്തെ പറഞ്ഞാൽ വാച്ചിങ് അവർ ആയാലും അവിടെ ടിക്ക് മാർക്ക് വരും. മൂന്നാമത്തത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷന് നിങ്ങൾ പാലിച്ചാൽ അത് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ് ഐഡിയ മാത്രമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. യൂട്യൂബിനെ പോലെ തന്നെ ആഡ്സൻസ് അക്കൗണ്ട് ചെയ്യുന്നത് അങ്ങനത്തെ ചൊറകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ റീച്ച് വേണം. റീച്ച് ഉണ്ടായാൽ നല്ലൊരു ഏണിങ്സ് തന്നെ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് സാധ്യതകളാണ് ഇന്ന് ഇൻ്റർനെറ്റ് ലോകത്ത് നിങ്ങൾക്ക് തരുന്നത്. അത് വളരെയധികം ഉപയോഗപ്പെടുത്തുക. ഇനി ഇത് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. വിശദമായിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. എന്തായാലും ഒരുപാട് ഇൻ്റർനെറ്റ് നോക്കുന്ന വൻ മുന്നേറ്റമാണ് ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്തും ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാക്സിമം ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വീഡിയോകളായിരിക്കും. നമ്മൾ മറ്റൊരാൾ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. കാരണം യൂട്യൂബിനെ പോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, പിന്നെ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു പിന്നോട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതകൾ വരും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീഡിയോ ആയാലും നമുക്ക് ധൈര്യമായിട്ടോ നല്ലൊരു റീച്ച് ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുകയും കിട്ടുക പറഞ്ഞാൽ അതൊരു എത്ര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക. ഫേസ്ബുക്കിനകത്ത് പേജില്ലാത്തവരൊക്കെ ഉണ്ടാക്കിയാൽ ഇതിനകത്തുള്ള നമുക്ക് ചെയ്താൽ ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിനെ പോലെ തന്നെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഒരു പേജ് ഇതിനകത്ത് എനിക്ക് അപേക്ഷ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേജുകൾ ഇനി കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഫോളോവേഴ്സ് 10,000 ആയിട്ടില്ല. ബാക്കിയുള്ള എല്ലാതും ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങളെ പേജ് ഇതിന് യോഗ്യതയാണോ എന്നൊന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.